ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്നാ പിന്നെ പഴയതൊക്കെ മറന്നിട്ട് വലതുകാല് വെച്ച് എന്നെ അകത്തേക്ക് കയറിയട്ടെ. ഇനി ഓർക്കേണ്ടതെല്ലാം പുതിയ കാര്യങ്ങളായിരിക്കണം. ഇനി ഇവിടെ തുടങ്ങുന്നത് ഒരു പുതിയ ജീവിത. ഐശ്വര്യായിട്ട് കേറി ബാ. വാച്ച കണ്ടിട്ട് വലിയ തെറ്റില്ലാന്ന് തോന്നി. പിന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ സുബൈർക്കോട് പറയാം, കുഴപ്പമൊന്നുമില്ല. ബാപ്പുച്ചേടല്ല, ദേ ഈ നൂറിനോട് പറഞ്ഞാ മതി. എന്തായാലും ഞാൻ പരിഹരിച്ചു തരാം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങള് സ്വന്തം ഒന്നും പറഞ്ഞു കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇവരെ മാത്രം. ഇതങ്ങനെ ഉപേക്ഷിച്ചു പോരാൻ തോന്നിയില്ല. ഇതിപ്പോ എവിടെയാ മോളെ ഒന്ന് വെക്കുക? ഭഗവാനെ വെക്കാനല്ലേ. ഞങ്ങളുടെ നിസ്കാര മുറി ഇവിടെ ആയിരുന്നു. ഉപ്പായും ഉമ്മച്ചിയും ഒക്കെ നിസ്കരിച്ചിരുന്ന സ്ഥല. ഈശ്വരൻ പലർക്കും പലതാണെങ്കിലും വിളി കേൾക്കുന്നത് ഒരൊറ്റ ഒരാള് തന്നെ മോളെ. ആ ഒരേ ഒരു ശക്തിയിലാ ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത്. ആ ശക്തിയെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളോരോ പേര് കൊടുത്ത് പൂജിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ നിസ്കരിക്കുന്നു, ഞങ്ങൾ നമസ്കരിക്കുന്നു. എല്ലാം ചെന്നെത്തുന്നത് ഒരാളിലാ. എനിക്ക് എല്ലാ മതങ്ങളും ഇഷ്ടാ. എല്ലാ ദൈവങ്ങളും ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ നന്മയാണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ ദൈവങ്ങളെ വേർതിരിച്ച് കാണുന്നത്? മോളെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഞങ്ങളുടെ ഒപ്പം കൂടുന്ന ആളാണെന്ന്. എല്ലാ കാര്യങ്ങളിലും നല്ല അറിവുണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ വ്യക്തമായി സംസാരിക്കാൻ പറ്റൂ. ദൈവങ്ങളെ നമുക്ക് ദാ ഇവിടെ വെച്ചാലോ? ആ, അവിടെ വെക്കാം മോളെ. ഇവിടെയാകുമ്പോ എനിക്ക് ദിവസവും വിളക്ക് വെച്ച് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. എന്റെ കൃഷ്ണ, ഞങ്ങളിതാ യാത്ര ഇവിടം വരെ എത്തി നിൽക്ക. ഇനി എങ്ങനെ മുന്നോട്ട് പോണെന്ന് നീ തന്നെ തീരുമാനിച്ചാ മതി. അയ്യോ, ഇവിടെ പൊട്ടലുണ്ടായിട്ടുണ്ടല്ലോ. ഇതെങ്ങനെ പറ്റി? നോക്കട്ടെ. ശരിയാണല്ലോ, പൊട്ടിയിട്ടുണ്ട്. അവിടെ ഇവിടെ കളറും പോയിട്ടുണ്ട്. പക്ഷെ കൃഷ്ണനൊന്നും പറ്റിയിട്ടില്ല. അതല്ല മോളെ, വീട്ടിലുള്ള വിഗ്രഹങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നത് ആ വീട്ടിലുള്ളവർക്ക് കഷ്ടകാലം വരുമ്പോഴാന്നാ പറയുന്നത്. ഇനി എന്ത് കഷ്ടകാലം വരാനാ പാമേ? ഉണ്ടായിരുന്നെല്ലാം തച്ചുടച്ച് കൂടും കുടുക്ക എടുത്ത് രാഖി രാമാൻ ഇറങ്ങിയതല്ലേ. മുന്നോട്ടിനി എങ്ങനെ ജീവിക്കണമെന്നും അറിയത്തില്ല.